എനിക്കെതിരായി ആരോപിക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഉള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാർ, ഏറ്റവും വലിയ പാണക്കാട് വിരുദ്ധന്മാർ, ഞാൻ ചോദിക്കട്ടെ, പരസ്യമായിട്ടാണത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ അരവരി പറഞ്ഞതായിട്ടോ എഴുതിയതായിട്ടോ ഒരു തെളിവ്, ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്നും നിലനിൽക്കും, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്, നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാനിത് പറയുന്നത് ഈ പ്രവർത്തകരെ കുറിച്ച്, ഈ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരെ കുറിച്ച്, ഞങ്ങളെപ്പോലുള്ള വിനീതരായ പ്രവർത്തകരെ കുറിച്ച് ദുരാരോപണം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഞാനത് ഏറ്റുപിടിക്കേണ്ടതുണ്ടോ? ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയും, ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയും. പക്ഷെ ശരീഅത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ MSFന്റെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ രംഗത്ത് വരുമ്പോൾ തിരിച്ച് ഞങ്ങൾ ചെറുപ്പക്കാർ, സമസ്തന്റെ ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരല്ലേ, ഞങ്ങൾ തിരിച്ചു മറുപടി പറയില്ലേ? അത് സ്വാഭാവികമാണ്. മുത്തലാഖ് നിരോധിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയുമ്പോൾ, കോടതി നിരോധിക്കുന്നതിന് മുമ്പ്, ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്നതിന് മുമ്പ് നിരോധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് ശരിയല്ല, തെറ്റാണ്, മുത്തലാഖ് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതാണെന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മുസ്ലിം ലീഗിനെതിരെ, പാണക്കാട് തങ്ങന്മാർക്കെതിരെ അരവരി എഴുതിയതോ ഒരു വാക്ക് വോയിസ് രേഖപ്പെടുത്തിയതോ ഒരു പ്രസംഗം നടത്തിയതോ ഒന്നും ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത്, ഇവരൊക്കെ ചെയ്ത തെറ്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ട് സമസ്തന്റെ കൂടെ ഉറച്ചുന്നു, ദീന്റെ കൂടെ ഉറച്ചു എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഇനിയും ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നമുക്ക് മരിച്ചു പോകണ്ടേ? ഇതൊന്നും ശാശ്വതമായ ജീവിതമല്ല. അത് നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ ഞാൻ എവിടെ സഖാവായിട്ടൊന്നുമില്ല, നിങ്ങളാക്കിയായിട്ടാവില്ല. ഞാൻ സമസ്തക്കാരനാണ്. അതിനെക്കുറിച്ചാണ് സഖാവ് എന്ന് പറയുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. സഖാവാണ് എന്നൊക്കെ പറയും. അത് നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ ഞാൻ എവിടെ സഖാവായിട്ടൊന്നുമില്ല, നിങ്ങളാക്കിയായിട്ടാവില്ല. ഞാൻ സമസ്തക്കാരനാണ്. അതിനെക്കുറിച്ചാണ് സഖാവ് എന്ന് പറയുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ഇനി സമസ്തയുടെ വേദി, സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തവസ്സുൽ ഇസ്തിഗാസിനെ എതിർക്കുകയാണ്. ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂലേ? ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവർ ചിന്തിക്കണ്ടേ, അവർ തടുക്കണ്ടേ? ഇടയാളന്മാരെ ഞാൻ ആക്കൂല എന്ന് അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിൻ്റെ പ്രസിഡന്റിലൊക്കെ ദീനുണ്ടെങ്കിൽ പറയണ്ടേ? ഇതുവരെ പറഞ്ഞില്ല. വേറെ ഒരുത്തൻ പറഞ്ഞു, എന്താണ് അമ്മന്റെ പേരെന്താ? അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും മക്കാമിലൊക്കെ പോയി പച്ച വിരിക്കലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ വഹാബികൾ കൂടി പറയാത്ത വാക്ക. ഇതൊക്കെ അതിൻ്റെ വേദികളിൽ പറഞ്ഞാൽ തിരുത്തണം, തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് പറയാതിരിക്കുമ്പം സുന്നത്ത് ജമാഅത്തിന്റെ രക്തം ഓടുന്നവർക്ക് അവർ രോമെടുത്ത് പിടിക്കും. അതാണ് ഇവിടെ വിഷയം. അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? മറ്റത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ അടക്കം കൊടുക്കണ്ടേ? ആ അടക്കം കൊടുക്കുന്നതിന് പകരം നമ്മളെന്തെങ്കിലും പറയുമ്പം അതിനും അടക്കം കൊടുക്കാനാണ് വരുന്നത്. അപ്പം ഓരോ പാർട്ടികളും അതിൻ്റെ കാര്യമായിട്ട് നടന്നോളി, സമസ്തയായിട്ട് കളിക്കാൻ വരണ്ട എന്നുള്ളത് പറയാനുള്ളൂ. സമസ്ത ദീനാണ്, ദുനിയാവ് അതിന് വലിയ പ്രശ്നമില്ല. ഈ ദീൻ ഇവിടെ രക്ഷിച്ചാലേ സംരക്ഷിക്കലാണ് സമസ്തയുടെ കടമ. ആ കടമ നിർവഹിക്കുന്നതിൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനോടുകൂടെ അള്ളു അലൈഹാ ബിൻ നവാജിദി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.